തങ്കം, പെട്ടെന്ന് തിരിച്ചു പോകേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാ മതി കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തിരിച്ചു വന്നോളാം. ആയിക്കോട്ടെ. തങ്കം, ഒരു അപേക്ഷയുണ്ട്. തങ്കം ഇത് സ്വന്തം വീടായിട്ട് തന്നെ കാണണം. എല്ലാം ഭാഗ്യമാണ് തങ്കം. വിധി മറികടക്കാൻ ആർക്കും പറ്റില്ല. ഇതൊക്കെ അതിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ? തങ്കേച്ചി എന്ത് ബുദ്ധിമോശ കാണിച്ച് അവരെത്ര നിർബന്ധിച്ചല്ലേ കൃഷ്ണയുടെ കൂടെ നിന്നോളാൻ. തങ്കേച്ചിയുടെ വലിയ ആഗ്രഹമല്ലേ ഈ സമയത്ത് കൃഷ്ണയുടെ കൂടെ നിക്കണോന്നുള്ളത്. ഞാനും വിചാരിച്ചു അമ്മ സമ്മതം പറയുന്നു. അതെന്താ അമ്മേ? സിത്താര മാഡത്തിന്റെ കാര്യം കൂടി നമ്മൾ ആലോചിക്കണ്ടേ മോളെ? സിത്താര മാഡം ചടങ്ങിന് വന്നു എന്നുള്ളത് സത്യ. പക്ഷേ മാഡത്തിന്റെ ശരിക്കുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും അത് ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ മകളിരിക്കേണ്ട സ്ഥാനത്താ നീ ഇരിക്കുന്നത്, അതും ഇങ്ങനൊരു വിശേഷമായിട്ട്. തങ്കേച്ചി ഇവിടെ നിൽക്കുന്നതിന് അതിന് തടസ്സം എന്താ? അതൊന്ന് പറഞ്ഞേ. ഞാനിവിടെ നിൽക്കുന്നു എന്നറിഞ്ഞ മാഡത്തിനും ഗാഥയ്ക്കും അതൊരു ദേഷ്യമാവും. ആ ദേഷ്യം എന്നോടല്ല അവർ കാണിക്കുന്നേ, നിന്നോടായിരിക്കും. കളരിക്കൽ തറവാട്ടിലെ സ്ഥാനമോ അതിന്റെ പേരിലുള്ള ബഹുമാനമോ ഒന്നുമല്ല വലുത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യമാ. മോളെ, സൂക്ഷിക്കണം കേട്ടോ. പെൺകുട്ടികളെ ചതിക്കാൻ വേഷം മാറി എത്തുന്നവർ വരെ ഉണ്ടാവും. ഇതെന്താ അമ്മേ? പുരാണത്തിന്റെ കാലാണോ ഇപ്പോ വേഷം മാറി വന്ന് ചതിക്കാനൊക്കെ? തർക്കമൊന്നും വേണ്ട. നമ്മളെക്കാൾ ബലമുള്ളവരാ നമ്മുടെ ശത്രുക്കള്, അത് മറക്കരുത്. പിന്നെ എന്റെ മോള് സന്തോഷമായിട്ടിരിക്കണം. അടച്ച മുറിയിൽ കയറിയിരിക്കുക, ഇരുട്ടുമുറിയിൽ അധികം നേരം ചെലവഴിക്കുക, അതൊന്നും വേണ്ട. ഇവിടേക്ക് കുറച്ചു നേരം നടക്കണമെങ്കിൽ നടന്നോ, വെയിൽ കൊള്ളണമെന്ന് തോന്നിയാൽ പോയി നിന്നോ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ടതെന്ന് സുമിത്രയ്ക്കറിയാം. സുമിത്ര ചിലതൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. ആ പിന്നെ ഉറക്കത്തിന്റെ കാര്യം, അതിനും ഒരു ചിട്ടയൊക്കെ പാലിക്കണം. ദേ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ 9 മാസവും നീ കൊടുക്കുന്ന കരുതലാണ് ഈ കുഞ്ഞ് എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. തങ്കേച്ചി പറഞ്ഞു കൊടുക്കുന്ന കേട്ടാലേ ഒരിക്കൽ കൂടെ പ്രസവിച്ചാലെന്ന് തോന്നിപ്പോവും. എന്താ സത്യത്തില് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നിനക്ക്? ഒന്നും മിണ്ടാതിരുന്നേ തങ്കേച്ചി. അവളുടെ ഒരു നാണേ. മോളെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ഒന്ന് വാ തുറന്ന് പറയ്. പോയിട്ട് വാ തങ്കം, ഞാനിവിടെ കാത്തിരുന്നോളാം. മനസ്സിവിടെ നിന്റെ അടുത്ത. അമ്മ പെട്ടെന്ന് തിരിച്ചു വരാട്ടോ. കൃഷ്ണേ, കൂടെ കൂടെ വിളിച്ചോളണം, അല്ലെങ്കിലേ തീരുമാനം മാറ്റിക്കളയും കേട്ടല്ലോ.